ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാഫ് സഫായി മേ അവ്വൽ ഗാവ് എന്നുള്ള ലേഖ് പഠിച്ചു. ഗാലിബ് കലീം എഴുതിയ. ഇന്ന് നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, मान ले मावलिनों गाँव में पर्यटक आते हैं, वहाँ सूचना पढ़े, वह कैसा होगा. മാവ്ലിനോങ് വില്ലേജിൽ എന്താണ് ടൂറിസ്റ്റുകൾ വന്നു. അപ്പോൾ അവിടുത്തെ ഇൻഫോർമേഷൻ ബോർഡ് അല്ലെങ്കിൽ സൂചനാ ബോർഡ് എങ്ങനെയുള്ളതാക്കും, അതാണ് നമ്മൾ നോക്കാൻ പോകും. അപ്പോൾ നമുക്കൊരു 2-3 സൂചനാ ബോർഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യഹാ പ്ലാസ്റ്റിക് പൂരി തരഹ് സെ പ്രതിബന്ധിത് ഹെ. ഇവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ എഴുതാം. അങ്ങനെ ഒരു സൂചനാ ബോർഡ് കൊടുക്കാം. പിന്നെ എങ്ങനെ കൊടുക്കാം? മാവ്ലിനോ ഏഷ്യ കാ സബ്സെ സാഫ് സുതര ഗാവ്. മാവ്ലിനോങ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ്. അങ്ങനെ കൊടുക്കാം. പിന്നെ ധ്യാൻ ദേ കച്ചറ യഹാം വഹാം ന ഫേക്കെ, ഡസ്റ്റ്ബിൻ ഉപയോഗ കരെ. അങ്ങനെയും കൊടുക്കാം. എന്താണ്? കച്ചറ അവിടെ ഇവിടെയും വലിച്ചെറിയരുത്, ഡസ്റ്റ്ബിന്നിനെ ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ ബോർഡ് നിങ്ങൾ പഠിക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി, പുനഃചക്രൻ പ്രകൃതി കാ ബോझ कम हो जाता है, ചർച്ച करके പുനർചക്രൻ की സൂചി തയ്യാർ കരെ. റീസൈക്ലിങ്ങിൻ്റെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ റീയൂസ് ചെയ്യുമ്പോൾ പ്രകൃതിയുടെ ഭാരം കുറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കാഗസ്, കടലാസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ വീണ്ടും റീയൂസ് ചെയ്യാം? കാഗസ് കി ഫൂൽ ജൈസെ, കടലാസ് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കാം, അല്ലേ? ക്രാഫ്റ്റൊക്കെ തയ്യാറാക്കാം. പ്ലാസ്റ്റിക് ബോത്തൽസ്, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമുക്ക് പൗതേക്കാ ഗംല, ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കാം. സുഗേ പത്തേസെ, ഉണങ്ങിയ ഇല കൊണ്ട് നമുക്ക് ഗാദ്, വളം ഉണ്ടാക്കാം. ഗാർഹി അപവിഷ്ടസെ, ഈ വീട്ടിലെ അവശിഷ്ടങ്ങൾ കൊണ്ട് നമുക്ക് വളമുണ്ടാക്കാം. നെക്സ്റ്റ്, സാർത്ഥക് വാക്യ ബനായേ. എന്താണ്? മീനിങ് ഫുള്ളായിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാം. ഇത് എന്താണ്, ഒരു ഓർഡറിലല്ല എഴുതിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്കത് ഓർഡർ ആക്കിയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സാഫ് സഫായി ഹമാര ദ്വായിത്വ ഹേ. എന്താണ്? വൃത്തിയാക്കൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. സ്വച്ഛ് നഹി രഹേങ്കെ തോ സ്വസ്ഥ് നഹി ഹോക്കെ. വൃത്തിയില്ലെങ്കിൽ എന്തുണ്ടാവില്ല? ആരോഗ്യവും ഉണ്ടാവില്ല. തൻ ഹോ യാ മൻ സഫായി ജരൂരി ഹേ. ശരീരം പോലെ തന്നെ മനസ്സും എന്തായിരിക്കണം? വൃത്തിയുള്ളതായിരിക്കണം. അപ്പോൾ അതങ്ങനെ നല്ല ഓർഡറാക്കി വൃത്തിയിൽ എഴുതാം, വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, നാരാഗീത്. നാരാഗീത് കോ ആകെ ബടായേ. ഇവിടെ ഒരു നാരാഗീത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളോടൊന്ന് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വച്ഛ് രഹോ തും സ്വസ്ഥ് ബനോ, പ്രകൃതി കോ തും അപ്നാ ലോ, ഹരിയാലി കാ ഗീത് രചോ തും ശുദ്ധ ഹവാ കോ അപ്നാ ലോ. എന്താണ്? വൃത്തിയായി തുടരുക, ആരോഗ്യത്തോടെ ഇരിക്കുക, പ്രകൃതിയിൽ പച്ചപ്പിൻ്റെ പാട്ട് പാടുക, ശുദ്ധവായു ഉണ്ടാക്കുക. അപ്പോൾ അതേപോലെ നമുക്കൊന്ന് എഴുതി നോക്കാം. ലഗാവോ ലഗാവോ പേട് ലഗാവോ, അപ്നാ ജീവൻ ബച്ചാവോ, ധർത്തി ബച്ചാവോ ബച്ചാവോ. നടു നടു, മരം നടു, നമ്മുടെ ജീവൻ സംരക്ഷിക്കൂ, ഈ ഭൂമിയെ സംരക്ഷിക്കൂ. സബ് ജീവോങ്കോ ബച്ചാവോ, എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കും. അപ്പോൾ ഇതാണ് നാരാഗീത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, സ്ലോഗൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്ററാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും വരുന്നൊരു ക്വസ്റ്റ്യനാണ് പോസ്റ്റർ.
അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാൻ എന്തൊക്കെ വേണം? ഫസ്റ്റ് നമ്മളൊരു കോളം വരയ്ക്കണം. പിന്നെ അത് തന്നിക്കണ എന്താണോ ടോപ്പിക്ക് അതിനനുസരിച്ച് നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു പിക്ചർ വരയ്ക്കുക. അതിനെ കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജ് എഴുതുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് സന്ദേശ് വാക്കി ചോഡ്കർ പരിസ്ഥിതി സംരക്ഷൺ പോസ്റ്റർ. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? പ്രകൃതി ഹമാരി മാം ഹേ, പ്രകൃതി നമ്മുടെ അമ്മയാണ്, അതെഴുതാം. പേട് ലഗാവോ ധർത്തി ബച്ചാവോ, മരങ്ങളെ സംരക്ഷിക്കൂ, മരം നടു ഈ ഭൂമിയെ സംരക്ഷിക്കൂ. പിന്നെന്തെഴുതാം? ഭാര്യവരൻ കി രക്ഷ ദുനിയാക്കി സുരക്ഷ, പ്രകൃതിയുടെ രക്ഷയാണ് ഈ ലോകത്തിൻ്റെ സുരക്ഷ. പ്രകൃതി സംരക്ഷൺ ഹമാര ദ്വായിത്വ ഹെ, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ പോസ്റ്റർ നല്ല അട്രാക്റ്റീവായിട്ടുണ്ടാവുക. അതോടെ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാതും കണ്ടു നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.